വെറും ഒരൊറ്റ ആഴ്ച കൊണ്ട് കാര്യം നടന്നു കിട്ടി എന്ന് നമുക്ക് സന്തോഷ വാർത്തയായിട്ട് മറ്റുള്ളവരോട് പറയാൻ പറ്റും. ഈ പറയാൻ പോകുന്ന അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായ ഇസ്മ ഈ പറയാൻ പോകുന്ന രീതിയിലൊന്ന് ചൊല്ലിയാൽ മതി. ഇതിൻ്റെ മറ്റൊരു നേട്ടം എന്താണെന്നറിയോ? കുന്നോളം കടമുണ്ടെങ്കിലും എത്ര കടമുണ്ടെങ്കിലും ആ കടം അള്ളാഹു തന്നെ വീട്ടിത്തരും. നമ്മുടെ ഏത് ആവശ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരും. മഹത്തുക്കളായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന സുന്ദരമായ ഇസ്മാണ്. ഈ ഇസ്മിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് തന്നെ ദിക്റുല്ലി അദാ ഇദ്ദൈൻ എന്നാണ്. കടങ്ങൾ വീട്ടാനുള്ള ദിക്റാണിതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന സുന്ദരമായ ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടവരെ. ആ ഇസ്മും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 10 മിനിറ്റിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ദുആ വസിയത്തുകളും കമന്റ് ബോക്സിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട്, നാഥനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മളെയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വെറും ഒരാഴ്ച കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ഹാജത്തുകൾ നിറവേറ്റി കിട്ടും. സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇസ്മ നമുക്ക് പഠിച്ചാലോ? ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. ഉസ്താദെ, ഇന്ന പ്രശ്നങ്ങളാണ്, ഇന്ന പ്രതിസന്ധികളുണ്ട് ഉസ്താദെ, ദ്വാരക്കണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രതിവിധികൾ പറഞ്ഞു തരണമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു തആല പരിഹാരം തരട്ടെ. കഷ്ടതകൾ അള്ളാഹു നീക്കി തരട്ടെ. കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിത്തരട്ടെ. അത് വീടാനുള്ള ഹലാലായ വരുമാന മാർഗ വഴികൾ അള്ളാഹു എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാര് ഈ പുണ്യമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മ, പുണ്യമായ ഇസ്മ, അതിനെ പരിചയപ്പെടുത്തിയത് ദിക്റുല്ലി അദാ ഇദ്ദൈൻ എന്നാണ്. കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ദിക്ർ എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ദിക്ർ ദിവസവും 65 തവണയാണ് ചൊല്ലേണ്ടത്. ഏതാണ് ആ ദിക്ർ? യാ ദയ്യാൻ എന്ന് പറയുന്ന ഈ പുണ്യമാക്കപ്പെട്ട ഇസ്മാൻ. യാ ദയ്യാനു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്. പുണ്യമാക്കപ്പെട്ട ഇസ്മ. നമ്മള് മുഹൈദ്ദീൻ റാത്തീബൊക്കെ ഓതുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അല്ലേ? ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. മുഹൈദ്ദീൻ റാത്തീബൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ അതിനകത്ത് നമ്മൾ യാ ദയ്യാൻ എന്ന ഇസ്മ ഉൾപ്പെടുത്തിയിട്ട് ഓതാറുണ്ട്. കടം വീട്ടി തരുന്നവനെ എന്നർത്ഥമുള്ള. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഇസ്മ ദിവസവും ഒരു 65 തവണ ഓതിയാൽ മതി. എത്ര തവണ? 65 തവണ. ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചൊല്ലിയാൽ മതി. അള്ളാഹുവിനോട് ചൊല്ലിയിട്ട് ദുആരക്കുക. അള്ളാഹു നമ്മളൊക്കെ മുഴുവൻ കടങ്ങളും വീട്ടിൽ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ കഷ്ടപ്പാടുകളും പടച്ചു തമ്പുരാൻ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ. എത്ര വലിയ കടമാണെങ്കിലും വീടും. ഏത് കടവും, എത്ര ലക്ഷക്കണക്കിന് രൂപ അള്ളാഹുവെ കടമുണ്ടെങ്കിലും പരിപൂർണമായും അള്ളാഹു തആല എന്ത് ചെയ്യും? ഈ ഇസ്മ ചൊല്ലിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ച തമ്പുരാൻ ആ കടം പരിപൂർണമായും വീട്ടിത്തരും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവസ്ഥരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചെല്ലൂലേ? ഇൻഷാ അല്ലാഹ് ചെല്ലും ഉസ്താദെ, ഉറപ്പായും ചൊല്ലും എന്ന് ഉറപ്പായിട്ടും തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, 65 പ്രാവശ്യമല്ലേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ യാ ദയ്യാനു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുമല്ലോ. അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ തീരുമാനമെടുക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇനി വേറൊരു കാര്യം, ഏത് ഹാജത്തുകളും എത്ര വലിയ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നടത്തിത്തരും ഈ ഇസ്മിലൂടെ തന്നെയാണ്. അതും ഈ ഇസ്മിലൂടെ തന്നെയാണ്. എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നറിയോ? ഈ ദിക്ർ 1000 തവണ ചൊല്ലുക. ഈ ദിക്ർ 1000 തവണ യാ ദയ്യാനു യാ ദയ്യാനു യാ ദയ്യാനു യാ ദയ്യാനു എന്ന് പറഞ്ഞ ഇങ്ങനെ 1000 തവണ
ഫി മജ്ലിസിൻ വാഹിദിൻ, ഒറ്റ ഇരുത്തത്തിലിരുന്ന് ചൊല്ലുക. ഇടയ്ക്ക് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാതെ, അവിടെ പോകാതെ, ഇവിടെ പോകാതെ, എവിടെയും പോകാതെ ഒറ്റ ഇരുപ്പിലിരുന്ന് 1000 പ്രാവശ്യം ഓതുക. ബഅദ സ്വലാത്തി, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഒറ്റ ഇരുപ്പിൽ, എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് 1000 തവണ യാ ദയ്യാനു എന്ന് പറയുന്ന ഇസ്മ ഓതുക. അത് എത്ര എത്ര കാലപരിധിയാണ് പറയുന്നത് അറിയാം. വലി മുദ്ദത്തി ഉസ്ബൂഇൻ കാമിലിൻ, ഒറ്റ ആഴ്ച ഇത് ചേർത്തൊന്ന് ചെയ്താൽ മതി. ഒരാഴ്ച ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം 1000 തവണ യാ ദയ്യാൻ എന്ന് പറയുന്ന ഇസ്മ ഒരുമിച്ചിരുന്ന് ഒറ്റ ഇരുപ്പിലിരുത്തിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് കാര്യം നടന്നു കിട്ടി എന്ന സന്തോഷ വാർത്ത നമുക്ക് നമ്മളുടെ കൂടെയുള്ളവരോട് അറിയിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഒരൊറ്റ ആഴ്ച കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടി എന്ന് സന്തോഷത്തോടെ അറിയിക്കാൻ പറ്റും. ആഗ്രഹങ്ങൾ സാധിക്കും. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലേ? ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ പേറി നടക്കുന്നവരാണ് നമ്മളൊക്കെയും. വീടില്ലാത്ത എത്ര പേരുണ്ട്, മക്കളെ കിട്ടാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്, വിവാഹം നടക്കാതെ വിഷമിക്കുന്ന എത്ര വധൂവരന്മാരുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, മക്കളെ കൊണ്ട് വിഷമിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറാൻ, ആ വിഷമങ്ങളൊക്കെ പരിപൂർണമായും എടുത്ത് അള്ളാഹു മാറ്റിത്തരും. അതിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഹാജത്തോടെ വീട്ടിത്തരും. ആദ്യം നമ്മൾ പറഞ്ഞത് കടം വീട്ടാനുള്ളതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇത് ഈ രൂപത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ ഇതൊരു കാരണമാക്കിയേക്കാമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുക, ഉറപ്പായിട്ടും ചെയ്യുക. ചെയ്ത് റിസൾട്ട്, ഫലം കാണുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം കൊടുക്കട്ടെ. വേദനകൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. കഷ്ടതകൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. അത് വീട്ടാനുള്ള ഹലാലായ വഴികൾ അള്ളാഹു അവരിലേക്ക് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കത്തുള്ള കുടുംബജീവിതം കൊടുക്കട്ടെ. അള്ളാഹു ഇണകളിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, കൂട്ടുകുടുംബാദികളിൽ, സമ്പത്തുകളിൽ, ജോലികളിൽ, വരുമാന മാർഗങ്ങളിൽ എല്ലാം പടച്ചതമ്പുരാൻ ബറക്കത്ത് കൊടുത്ത്, ഐശ്വര്യം കൊടുത്ത്, സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.